എല്ലാവരും ഒന്ന് പറഞ്ഞേ. എങ്ങനെ? വിളിച്ച് എന്ന് പറഞ്ഞാൽ വിളിക്കാതെ ഇങ്ങോട്ട് കയറി വരാൻ പുള്ളി അത്രയ്ക്ക് മാനം കെട്ടോളൊന്നുമല്ല. ആര്? സമുദ്രം. ചിലര് വിളിക്കാത്ത കല്യാണത്തിന് പോയി ആചരിക്കുന്ന പോലെ പുള്ളി ഇങ്ങോട്ട് കയറി വരാൻ, വിളിക്കാതെ കയറി വരാൻ സമുദ്രം അത്രയ്ക്ക് കുറഞ്ഞവനല്ല. സമുദ്രത്തെ വിളിച്ചിട്ടാ വന്നേന്ന്. ആര് വിളിച്ചു? ഉൽപ്പത്തി 1:10 വെള്ളത്തിന്റെ കൂട്ടത്തോട് അതിലിട്ട് മാറി നിൽക്കാൻ കൽപ്പിച്ചവൻ, ആ വെള്ളക്കൂട്ടത്തിന് സമുദ്രം എന്ന പേര് വിളിച്ചവൻ, സൃഷ്ടാവായ യഹോവയായ ദൈവം സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് എവിടെ പകരും? സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളത്തെ ഒറ്റ വാക്കുകൊണ്ട് വിളിച്ച് ഭൂതലത്തിൽ പകരാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അവനെ അന്വേഷിപ്പീൻ. അത്രക്കന്മാര് പറഞ്ഞു, ലഹരി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കഴിച്ചിട്ട് വയറ്റിന് പിടിക്കാതെ ഉരുണ്ടുകൂടി പുറത്തോട്ട് വാള് വെക്കുന്ന പോലെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എന്തൊക്കെയോ ഉരുണ്ടുകൂടി പോക്കി വന്നതാണ് മാമി എന്ന്. അല്ലല്ലല്ല, സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ സമുദ്രത്തെ വിളിച്ചിട്ടാച്ച അത് ഭൂതലത്തിലേക്ക് വന്നത്. അതിന്റെ പേരാണ് സുനാമി. ഇത് പുസ്തകത്തിൽ എഴുതി, കൃത്യമായി എഴുതി. ഇനി 1-2 ചിന്തകളോ പറയാം. ഇത് സംഭവിച്ച ദിവസത്തിന് 2 പ്രത്യേകതയുണ്ട്. 2004 ഡിസംബർ 26 2 പ്രത്യേകത. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ പറയും. ഒന്ന് ഞായറാഴ്ച. എന്താ ഞായറാഴ്ച? ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം, കർത്തൃ ദിവസം, അവധി ദിവസം അല്ലേ? ചിലർ പോത്തിറച്ചി മേടിക്കുന്ന ദിവസം, അങ്ങനെ ഞായറാഴ്ച ദിവസം. 2ാമത്തെ പ്രത്യേകത നിങ്ങൾ പറഞ്ഞേ, ഡിസംബർ 26 ക്രിസ്തുമസിന്റെ പിറ്റേ ദിവസം അല്ലെ? നാട്ടുഭാഷ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ യേശുവിനെ ജനിപ്പിച്ചതിന്റെ പിറ്റേ ദിവസം, അങ്ങനല്ലേ? അങ്ങനെ എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കും, ദുഃഖവെള്ളിക്ക് കൊല്ലും. 1 വയസ്സ് പോലും വളരാൻ അനുവദിച്ചിട്ടില്ല ഇന്നുവരെ. എടാ, അടുത്ത ക്രിസ്മസ് വരെങ്കിലും ഒന്ന് വളർത്തടാ. 1 വയസ്സാ സമ്മതിക്കല്ല. അതിന് മുമ്പേ ദുഃഖവെള്ളിക്ക് പോയി കൊന്നു കളയും. കൊല്ലാൻ പോകുന്ന രംഗമൊക്കെ ഒന്ന് കാണണം. എന്തൊരു സങ്കടം എന്ന് പറയാം. റോഡിൽ കൂടെ കരഞ്ഞുകൊണ്ട് ചുംബിച്ചു കൊല്ലാൻ പോവുകയാണ്. സ്വത്രം 33 തിരുവയസ്സ് വരെ ഭൂതലത്തിൽ ജീവിച്ച് മാനവജാതിക്ക് വേണ്ടി പ്രാണനെ തന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അരക്കപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടായി ആളത്തുമായി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇന്നും ജീവനോടെ ഇരിക്കുന്ന യേശുവിനെ ക്രിസ്ത്യാനി തന്നെ പിന്നെ ജനിപ്പിക്കും, തന്നെ പിന്നെ കൊല്ലും. അതിനേക്കാൾ വലിയ രസമാണ് ക്രിസ്മസ് നാളിലെ നാട്ടിലെ രംഗങ്ങൾ. അയ്യോ, ചില VVIPകളൊക്കെ കൊണ്ട് കാറേ വന്നിട്ട് കടക്കാരനോടൊരു ചോദ്യമുണ്ട്, യേശുവിന് എന്താ വില? 150. ജോസഫിനോ 100, മറിയയ്ക്കോ 100, ദൂതന്മാർക്കോ 50. ഭയങ്കര വിലയാ സാറേ. കുടുംബമായിട്ട് എടുത്ത 200 രൂപയ്ക്ക്. അപ്പൊ യേശുവിന്റെ കുടുംബത്തിന്റെ വില മനസ്സിലായി എത്ര രൂപ? 200 രൂപ. അതിനേക്കാൾ രസം 3 മാസം കഴിഞ്ഞ് കിളയക്കാരൻ വന്ന് പറമ്പ് കളയ്ക്കുമ്പോൾ യേശുവിന്റെ തല വാഴച്ചോട്ടിന്ന് യോസേപ്പിന്റെ കാലിൽ എങ്ങനെ ചോദിക്കും. കാര്യം അടുത്ത വർഷം വേറെ വരുന്നത്. എന്നിട്ട് ഒരു കോളർ പിടിക്കുക, ഞങ്ങൾ ജനിച്ചതേ മനസ്സിൽ ഇരിക്കത്തേ ചെയ്യാൻ നാണക്കേടുണ്ടാക്കാൻ. അതെ, ഇതുപോലെ എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കും, ദുഃഖവെള്ളിക്ക് തന്നെ പിന്നെ ജനിപ്പിക്കും, തന്നെ പിന്നെ കൊല്ലും. എന്തിനാ ഈ പരിപാടി? ശ്രദ്ധിക്കണം. 2004 ഡിസംബർ 26 ഞായറാഴ്ച പകൽ 10 മണി കഴികെ ക്രിസ്തുമസിന്റെ പിറ്റേ ദിവസം സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ സമുദ്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സമുദ്രമേ ആലപ്പാട് തീരദേശത്തേക്ക് കയറും. എന്റെ ഒരു ചിന്ത പറയാം. ഒരു പക്ഷേ സമുദ്രം സൃഷ്ടാവിനോട് വാക്കും ഭാഷണവും കൂടാതെ ചോദിച്ചു കാണും, ഇന്ന് തന്നെ കയറോ? ദൈവം ചോദിക്കുക, എന്താ കുഴപ്പം? അല്ല, ഇന്നലെ ക്രിസ്മസ് കഴിഞ്ഞേ ഉള്ളൂ, എല്ലാം ഫിറ്റായി കിടക്കുക. ക്രിസ്മസ് ഫിറ്റാവാനല്ലേ? എന്നെ ദൈവം പറയും, സമുദ്രമേ ഇവർ ന്യായത്തെ കാഠിനമാക്കുന്ന ജനമാ, നീതി പ്രസംഗിക്കുന്ന എന്റെ അഭിഷിക്തന്മാരെ നിലത്തിട്ട് ചവിട്ടുന്ന ജനം. അതുകൊണ്ട് കോംപ്രമൈസ് വേണ്ട. കാര്യോ സൃഷ്ടാവായ ദൈവം ഓർഡർ കൊടുത്തു. സൃഷ്ടാവിന്റെ വാക്ക് സൃഷ്ടി അനുസരിച്ചതിന്റെ പേരാണ് സുനാമി. ഇനി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ സ്തുതിക്കാൻ വകയുള്ളൊരു ദൂത് ഞാൻ പറയാൻ പോകും. ആത്മാവിലാകുന്നെങ്കിൽ ഈ ദൂത് കേട്ട് നീ ആത്മാവിൽ സ്തുതിക്കും. അല്ലാതെ നടുവേനയും കാലുവേനയും കേൾക്കുമ്പോൾ അടിച്ചു കൊടുക്കാതെ.
ദൂതെങ്കിൽ നിനക്ക് സ്തുതിക്കാൻ ഭാഗ്യമുള്ള ഒരു ദൂത് ഞാൻ പറയാം. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോ, കഥയല്ല, അനുഭവം പറയാം. ആലപ്പാട് തീരദേശത്തും കൊട്ടിപ്പാടി കലവില പറയുന്ന ദൈവമക്കളുള്ള സ്ഥലമാണ് അല്ലേ? ഞായറാഴ്ച രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ ദൈവമക്കൾ എവിടെ പോയച്ചാ പറയാ? ആരാധനയ്ക്ക് ആലയത്തിൽ പോയി. സ്വന്തം മക്കളെ ദേശത്തു നിന്ന് മാറ്റി നിർത്തിയേച്ച് സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകർന്നപ്പോൾ അഭിമാനത്തോടെ പറയട്ടെ, ഒരൊറ്റ ദൈവ പൈതൽ അവിടെ നഷ്ടപ്പെട്ടതായി ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നീ അറിഞ്ഞോണം. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ സൂക്ഷിക്കുന്ന ഉടയവൻ ഉയരത്തിലുണ്ട്. പിന്നൊരു ദൈവ പൈതലായെന്ന് പറഞ്ഞ് ഒരുത്തൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ആരാധന മുടക്കി കല്യാണത്തിന് പോയവൻ. കേൾക്കുന്നുണ്ടോ? തന്റെ ജനത്തെ രക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ഈ ഇടയ്ക്ക് അറിഞ്ഞല്ലോ, കൊല്ലത്ത് പരവൂരിൽ വെടിക്കെട്ട് ദുരന്തം നടന്നത് അല്ലേ? പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഞാൻ നേരിട്ട് പോയി വീഡിയോ പിടിച്ച് മീഡിയയിലൊക്കെ ഇട്ടതാ. കണ്ടവര് കാണും, കാണാത്തവരോട് പറയാം. പരവൂർ വെടിക്കെട്ട് ദുരന്തം നടന്ന ക്ഷേത്രത്തിന്റെ 500 മീറ്റർ വ്യത്യാസത്തിൽ ഒരു ദൈവസഭ ഇരിപ്പുണ്ട്. അവൻ ചെറിയ തോമസ് എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട പ്രായമുള്ള ഒരു ദൈവപുരുഷൻ ആരാധന നടത്തുന്ന ഒരു കൊച്ചു ഷെഡ്, പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഒരു ഷെഡ്, ഒരു IPC ദൈവസഭ. അതല്ലേലും അങ്ങനെ നേതൃത്വങ്ങളൊക്കെ 10 നിലയായാലും ലോക്കൽ സഭയൊക്കെ പൊളിഞ്ഞേ നിൽക്കും. അവൻ ആ ദൈവസഭ അവിടെ നിൽപ്പുണ്ട് 500 മീറ്റർ വ്യത്യാസത്തിൽ. അറിഞ്ഞ സംഭവം ഇങ്ങനെയാണ്. ഈ ദുരന്തം നടക്കുന്നതിന് 4 മാസം മുമ്പ് ഈ ദൈവസഭയിൽ ഒരു മാസയോഗം നടന്നു. നീ കാട്ടോണം. മാസയോഗം നടന്നപ്പോൾ 200ഓളം വരുന്ന അവൻ സുവിശേഷ വിരോധികളായ പ്രവർത്തകർ ആലയത്തിന് ചുറ്റും വളഞ്ഞു. ഇത് നടത്തത്തില്ലെന്ന് പറഞ്ഞു. ഒരു സഹോദരി അവിടുന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു. പോലീസുകാർ വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, പറഞ്ഞു. പാസ്റ്ററോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ യോഗം എപ്പോഴാണ് തീരുന്നേ? 1:30 ആവും സാറേ. ആ പോരാ, 12 മണിക്ക് നിങ്ങൾ നിർത്തിയേക്കണം. അതുവരെ ഇവരെ ഞങ്ങൾ പറഞ്ഞു നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പോലീസ്. ശരി സാറേ എന്ന് പറഞ്ഞു. 12 മണിക്ക് ഓടിച്ചിട്ട് യോഗം തീർത്ത് പലരും ആഹാരം പോലും കഴിക്കാതെ ഓടിപ്പോയി. കുറെ പേടിത്തൊണ്ടന്മാരാണല്ലോ ഇതിനകത്തുള്ളത്. ഇവിടെ കുറവൊന്നുമല്ല, പേടിക്കാർ വേണ്ടി 500 വർഷം അങ്ങോട്ട് തേക്കാൻ പോകുന്ന പോലെ. തേങ്ങ വീണാലും ചാവുള്ളൂ. മേപ്പോട്ട് പോകുന്നത് എവിടാന്നൊരു പ്രത്യാശ ഉള്ളവന് മരണം ഭയമല്ല, മരണം പ്രത്യാശ. ശ്രദ്ധിച്ചോണം. 12 മണിക്ക് യോഗം നിർത്തി, എല്ലാവരും പിരിഞ്ഞു പോയി. തൊട്ടടുത്ത ഒരാഴ്ച പിന്നിട്ടപ്പോൾ ആ പറവൂർ ടൗണിൽ നടന്ന രംഗം, ഏതാണ്ട് 24 മീറ്ററോളം വരുന്ന വെള്ള തുണിക്കടയിൽ നിന്ന് വാങ്ങി ഈ പ്രവർത്തകർ 200ഓളം പേര് ഈ അഭിഷിക്തന്റെ ഒരു കോല ഉണ്ടാക്കി. എന്നിട്ട് ആ ആലയത്തിന് ചുറ്റും നടന്ന് പറഞ്ഞു, ഇവിടെ കൊട്ടും വേണ്ട, പാട്ടും വേണ്ട, നിർത്തിയിലേക്ക് കയ്യും വെട്ടും കാലും വെട്ടും പിന്നെ തലയും വെട്ടുമെന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ചുറ്റി നടന്ന ആലയത്തിന്റെ മുമ്പിൽ വന്ന് അഭിഷിക്തന്റെ കോലം തീ വെച്ച് കത്തിച്ചു. സ്വോത്രം. ആമേൻ. ദൈവത്തിന്റെ അഭിഷിക്തന്റെ കോലം കത്തിച്ചു. മാസം 4 തികയും മുമ്പ് ദൈവം കത്തിച്ചു. ആമേൻ. 1.5 കിലോമീറ്റർ അപ്പുറത്ത് ബൈക്കിലിരുന്നവന്റെ പുറത്ത് സ്ഫോടനത്തിന്റെ പീസുകൾ വന്ന് തെറിച്ച് 1.5 കിലോമീറ്റർ അപ്പുറത്തിരുന്നവൻ മരിച്ചു. വീടുകൾക്ക് പൊള്ളലേറ്റ് വീടുകൾ പൊളിഞ്ഞു വീണു. പക്ഷെ 500 മീറ്റർ വ്യത്യാസത്തിലിരിക്കുന്ന ദൈവസഭയ്ക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല. നേരിട്ട് പോയി കണ്ട് വീഡിയോ എടുത്ത അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒന്ന് വിശ്വസിക്കാൻ ആദ്യം നിന്റെ ഹൃദയത്തെ തുറക്ക്. നീ സേവിക്കുന്നത് ആരെയാണ്? നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ളവനാണ്. യാതൊന്നും വിശ്വസിക്കാം. ചരിത്രം സലാലയിലുമില്ലേ, ചരിത്രം മസ്കറ്റിലുമില്ലേ, ചരിത്രം ഖത്തറിലുമില്ലേ. സ്വോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവപുരുഷനെ പിടിച്ച് ജയിലിലിട്ടിട്ട് ദൈവപുരുഷൻ പറഞ്ഞപ്പോൾ ആമേൻ ദൈവിക ആലോചന അനുസരിച്ചുള്ള ന്യായവിധി വന്നപ്പോൾ തിരിച്ചുപോയി കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു കൊണ്ടുവന്ന ചരിത്രം ഗൾഫ് നാടുകളിൽ നിന്ന് ഞാൻ കേട്ടു.
സ്വത്രം. കാരണം നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടായി. സ്വത്രം. നോക്ക, 2004 ഡിസംബർ 26 സംഭവിച്ച ദുരന്തവും പ്രവചനമായി എഴുതി. പക്ഷേ ബൈബിൾ പ്രവചന ഗ്രന്ഥമാ. അതെ, അത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അത് മനസ്സിലായി. അതിനിപ്പോ എന്താ അത്രയും മനസ്സിലാക്കി അടുത്ത ചിന്തയിലേക്ക് ഞാൻ വരാം. അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ചെറുതും വലുതുമായ പ്രവചനങ്ങൾ 2016 കമ്പ്യൂട്ടർ യുഗത്തിൽ സംഭവിച്ചെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നൊരു പ്രവചനമാണ് കുറിവാക്യമായി വായിപ്പിച്ചത്. അത് പ്രവാചകൻ പറഞ്ഞതല്ല, പുരോഹിതൻ പറഞ്ഞതല്ല, രാജാക്കന്മാർ പറഞ്ഞതല്ല, നേതാക്കന്മാർ പറഞ്ഞതല്ല. പിന്നെയോ സ്വർഗത്തിലെ ദൂതന്മാർ അരുളി ചെയ്ത പ്രവചനം. അവൻ പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. വരുമോ? വരും. അവൻ വരും, നിശ്ചയം. താമസിക്കുകയില്ല, വരും. സ്വതന്ത്രം. ഒരിക്കൽ മലപ്പുറത്ത് ഒരു യോഗം കഴിഞ്ഞു. 1-ാം ദിവസം യേശു വരുമെന്ന് പ്രസംഗിച്ചിട്ട് ബാക്കി നാളെ തുടരുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഉടനെ ഒരാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. ഞാൻ പറയാം, സന്തോഷം. ഒരു സംശയം ചോദിക്കാമോ? ഞാൻ പറഞ്ഞു, പിന്നെ ജനാധിപത്യമല്ലോ, ധൈര്യമായിട്ട് ചോദിച്ച. അല്ല, എന്ന് വരും. ഞാൻ ചോദിച്ചാൽ ഇല്ല, യേശു വരുമെന്നല്ലേ പറഞ്ഞു. ഓ, പുള്ളി വരുന്ന ഡേറ്റ് ഒന്ന് പറയാമോ? കുഴഞ്ഞു. ബൈബിളിൽ ഡേറ്റ് ഉണ്ടോ വെച്ചാൽ ഡേറ്റ് ഇല്ലെന്ന് ഈ പുള്ളിയോട് പറഞ്ഞാൽ ഇദ്ദേഹം ചോദിക്കും, അതൊക്കെ പക്ഷേ വരാനുള്ള ഇവിടെ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും മുമ്പേ എഴുതി വെച്ച ദൈവത്തിന് വരുന്ന ഡേറ്റ് മാത്രം അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ കുഴഞ്ഞില്ലേ? പലരും കുഴഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ചേട്ടാ ഇന്നത്തെ സമയം തീർന്നു, ഇനി നാളെ രക്ഷപ്പെടണ്ടേ. നാളെ വൈകിട്ട് കർത്താവ് വന്നില്ലെങ്കിൽ ഞാൻ വരും, ഇതിന്റെ ബാക്കി പ്രസംഗിക്കും. അപ്പൊ ചേട്ടനെ കേൾക്കാം, അതുവരെ ഒന്ന് ക്ഷമിച്ചൂടെ? എന്നാ ക്ഷമിക്കാം, നാളെ വേണ്ടി ഞാൻ വരും. എനിക്ക് അറിയണം പുള്ളി വരുന്നത് എന്നാണ്. എന്റെ ദൈവമേ, അന്ന് രാത്രി റൂമിൽ പോയി എനിക്ക് ഉറക്കമുണ്ടോ? ഞാനിരുന്ന് കരയാന്നുണ്ട്, കർത്താവെ നാളെ ഇവൻ വന്ന് മുമ്പിലിരിക്കും, ഞാൻ ഏത് ഡേറ്റ് പറയാനാ? മനുഷ്യരിട്ട് കുഴയ്ക്കാൻ ഒരു ഡേറ്റൊക്കെ എഴുതി വെച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു ദൈവത്തോട് കരഞ്ഞു. എന്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം അരുളി ചെയ്യുന്ന ദൈവമാണ്. എന്റെ ദൈവം കണ്ണുണ്ടായിട്ട് കാണാത്ത ദൈവമല്ല. എന്റെ ദൈവം കാതുണ്ടായിട്ട് കേൾക്കാത്ത ദൈവമല്ല. എന്റെ ദൈവം തൊണ്ടയുണ്ടായിട്ട് സംസാരിക്കാത്ത ദൈവമല്ല. ലോകത്തിൽ ഒത്തിരി ദൈവങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ മദ്രസയിൽ പഠിക്കാൻ പോയി. മദ്രസയിൽ 7 വർഷം പഠിച്ചതാണ്. അങ്ങനെ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങളെ അവിടെ പഠിപ്പിക്കുന്ന ഒരു സൂക്തമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പഴയ പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോഴും ഈ വിഗ്രഹാരാധന ഒന്നും ഇല്ലാത്തത്. അതിന്റെ കാരണം ഇങ്ങനെ ആ ചെറുപ്പത്തിലേ ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പഠിപ്പിച്ചു വരുന്ന ഒരു സൂക്തമുണ്ട്. മൂക്കിൻ തുമ്പത്തിരിക്കുന്ന നീച്ചകേതിപ്പറത്താൻ കഴിവില്ല, ധൂമ വിഗ്രഹത്തെ സേവിക്കുന്ന മനുഷ്യ നീ മൂടനാണ് മോനെ, ഇങ്ങനൊക്കെ പറയുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിർത്തി പറയാം. മൂക്കിൻ തുമ്പത്തിരിക്കുന്ന ഈച്ചയെ ഊതിപ്പറത്താൻ കഴിവില്ലാത്ത ഉമവിഗ്രഹത്തെ സേവിക്കുന്ന മനുഷ്യ നീ മൂഢനാണ്, മൂഢനാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അന്താരാഷ്ട്ര ദൈവത്തിന്റെ മൂക്കിൽ ഒരു ഈച്ച വന്നിരുന്നാൽ എന്ന് ഊതാൻ പറ്റാത്ത ദൈവം നിന്നെ എങ്ങനെയാണോ രക്ഷിക്കുന്നതെന്നാ ചോദ്യം. സ്വതന്ത്രം. ഈച്ച വന്നിരിക്കുന്ന ദൈവമുണ്ട്, പൂച്ച വന്നിരിക്കുന്ന ദൈവമുണ്ട്, കാക്ക കൂറുന്ന ദൈവം നാട്ടിലുണ്ട്. എന്നാൽ ഇതിലൊന്നും രക്ഷിക്കാൻ കഴിയാതെ പിന്നെ നിന്നെ എങ്ങനെയാ രക്ഷിക്കുന്നതെന്നാണ് ചോദ്യം. സ്വതന്ത്രം. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പദവിയിലോട്ട് വന്നേ. അപ്പൊ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് അവൻ അരുളി ചെയ്യുന്ന ദൈവം. അത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി അനുഭവം പറയാനുണ്ട്. ഞാൻ ഒരു ഹിന്ദു വീട്ടിൽ സുശേഷം പറയാം, ഹൈന്ദവ കുടുംബത്തിൽ ചെന്ന് ഞാൻ പറയാം, മാമ എത്ര നാളായിട്ട് വിളിക്കുന്നു, ഒന്ന് പ്രാർത്ഥനയ്ക്ക് വരണമെന്ന്. ഓ എല്ലാം ഒന്നല്ലയോ ഭാഷ? ഞാൻ പറഞ്ഞു എല്ലാം ഒന്നല്ല ആന്റി. ഒന്നാ ഭാഷ, ഒന്നല്ല ആന്റി, ഒന്നാ ഭാഷ എന്നൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഞാൻ പറഞ്ഞു ഞാൻ തർക്കത്തിനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോണ്ട് മോൾ ഇറങ്ങി വന്നപ്പോൾ മോള് ഗർഭിണിയായ മോളായി ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു കേട്ടോ, കേട്ടെങ്കിലാ ഞാൻ ആരാന്ന് നോക്കാൻ വേണ്ടി വന്നേ. എന്നിട്ട് ഈ ആന്റി പറഞ്ഞു, പക്ഷേ എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവള് പ്രസവത്തിന് വന്നതാ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അടുത്ത മാസം ഡെലിവറിയാ, പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു പിന്നെ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട്. ആന്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദൈവം ആരാ? കാരണം ഒത്തിരി ഉണ്ടല്ലോ, അതുകൊണ്ട് ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വിഘ്നേശ്വരന്. എന്ത് ചെയ്താലും ആദ്യം ആൾ കൊടുക്കണം, പുള്ളിക്ക് കൊടുക്കണം. പുള്ളി പിണങ്ങിയാൽ പ്രശ്നമാണ്. ഗണപതി വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അത് എനിക്കറിയത്തില്ല, കാരണം നമ്മൾ ആ വേറെ പശ്ചാത്തലത്തിൽ വളർന്നതല്ലേ, അതുകൊണ്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെയൊക്കെ രീതി അങ്ങനെ ഭാഷ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. പ്രാർത്ഥിക്കണേ. ശരി. ഞാൻ എഴുന്നേറ്റ്. ഞാൻ പറഞ്ഞു ആന്റി ഇന്ന് മുതൽ ഞാൻ ആന്റിയുടെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ആന്റി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആന്റിയുടെ ആ ദൈവത്തെ പോലൊരു കുഞ്ഞിനെ ഈ മോക്ക് കൊടുക്കണേ. ചുമ്മാ ഈ ഭാഷ ചുമ്മാ ഈ ഭാഷ ഞാൻ പറഞ്ഞു, ഞാൻ ദോഷമൊന്നും പറഞ്ഞില്ല. ദൈവം വീട്ടിൽ ജനിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഭാഗ്യം. പത്രക്കാർ വേണ്ടി നേരം ഉണ്ടാവത്തില്ലെന്ന് ആനത്തിലെ തുമ്പിക്കൊക്കെ വെച്ചൊരു കൊച്ചു ചുമ്മായിരുന്നേ. ഞാൻ പറഞ്ഞെന്നാ വേണ്ട, പോട്ടെ, കഴുത്തെ പാമ്പ് കാട്ടൊരു കുഞ്ഞ് വരാൻ പ്രാർത്ഥിക്കും. ചുമ്മാ എനിക്ക് മാത്രമേ എന്നാ വേണ്ട. ഒരു 3 തല ഒട്ടിയോട്ടൊരു കൊച്ചു മാസ്റ്റർ. ഒടുവിൽ ഞാൻ പറഞ്ഞു, യേശുദേവനെ പോലൊരു കുഞ്ഞിനെ തരാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കുടുംബം ഇന്ന് വേർപെട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. കാരണം നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം അരുളി ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവസഭയെ മുട്ടുകുത്തി, കർത്താവേ ഒരു ഡേറ്റ് നീ എഴുതി വെച്ചെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഒരു ഡേറ്റ് എഴുതി വെച്ചുകൂടായിരുന്നോ? ദൈവാത്മാവിനോട് ഇടപെടാൻ തുടങ്ങി എന്നോട് പറഞ്ഞു, കുഞ്ഞേ ഒരു ഡേറ്റ് എഴുതി വെച്ചെങ്കിൽ മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല കർത്താവേ, എന്നെ ആനകളിലേക്ക് കൊണ്ടുപോകും. ദൈവാത്മാവിനെ ചിന്തിപ്പിച്ച എങ്ങനെയാണ് ആ കുഞ്ഞെ, ഞാനൊരു ഡേറ്റ് എഴുതിയിരുന്നെങ്കിലോ, ഉദാഹരണം 2016 ഡിസംബർ മാസം 30-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഞാൻ വരും എന്ന് പുസ്തകത്തിൽ എഴുതിയിരുന്നെങ്കിലോ? അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ഈ പകുതി ഉറങ്ങിയവരാരും അങ്ങോട്ട് ഇറങ്ങി വിളിച്ച് പറയുന്നത് ക്ഷമയിൽ പറഞ്ഞു 30-ാം തീയതി ഒന്നും പറയാൻ പറ്റാത്ത കാലം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതിയിരുന്നെങ്കിലോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എങ്കിലോ? അപ്പൊ കർത്താവ് പറയാം, എനിക്ക് നിന്റെ പ്രസംഗം കേൾക്കാൻ ഒരെണ്ണം ഇവിടെ കാണത്തില്ല. നമ്മുടെ മനസ്സിലായില്ല. അപ്പൊ കർത്താവ് പറയുകയാണ്, എടാ അങ്ങനെ ഒരു ഡേറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ജനത്തിന് പള്ളി വേണോ, പ്രാർത്ഥന വേണോ, രക്ഷ വേണോ, സ്നാനം വേണോ, വിശുദ്ധി വേണോ, വേർപാട് വേണോ, ഒരു കുന്തവും വേണ്ട, തോന്നിയത് കാണിച്ച് അടിച്ചു പൊളിച്ച് മതിച്ച് കുടിച്ച് ഉരുണ്ട് വരണം, അങ്ങ് ജീവിക്കുക. എന്നിട്ടോ 2016 ഡിസംബർ മാസം 30-ാം തീയതി വൈകിട്ട് ഒരു 3-3:45 കൂട്ടത്തോടെ മാനസാന്തരപ്പെടുക. എന്തിനാ 4 മണിക്ക് പോണ്ടേ? അപ്പൊ ദൈവത്തിന്റെ ഡേറ്റ് അറിയാഞ്ഞിട്ടല്ല എഴുതാഞ്ഞ. പിന്നെയോ, മനുഷ്യൻ ആരാ മോനെന്ന് തമ്പുരാന് നല്ലപോലെ അറിയാം, അതുകൊണ്ടാണ് എഴുതാഞ്ഞ ഡേറ്റ്. പിറ്റേന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു, നീ ആരാ മോനെന്ന് തമ്പുരാൻ അറിയാം, അതുകൊണ്ടാണ് ഡേറ്റ് എഴുതാഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഫ്രണ്ട് ഇരിപ്പോണ്ടിങ്ങനെ സ്വതന്ത്രം. അപ്പോഴും അടുത്തൊരു ചോദ്യം വരും, പിന്നെ നിങ്ങളെങ്ങനെ അറിയും പാസ്റ്ററെ യേശു വരുന്നതെന്നാണ്? അതിന് വഴിയുണ്ട്. അതെന്ത് വഴി? കാർമേഘം ഉരുണ്ട് കൂടുമ്പോ കറിയാച്ചൻ പറയും, അറിയാമേ മുണ്ട് പറക്കി അകത്തടി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അച്ഛനെങ്ങനെ മനസ്സിലായി? എടി ലക്ഷണം കണ്ടില്ല. ലക്ഷണം കണ്ടപ്പോ അച്ഛന് കാര്യപ്പടി കിട്ടിയെങ്കിൽ യേശു വരുന്ന ഡേറ്റ് ബൈബിളിൽ ഇല്ല. പക്ഷേ 2000 വർഷങ്ങൾക്കപ്പുറം അവൻ ഒരു മലയിലിരിക്കുമ്പോൾ തന്റെ വരവിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ലക്ഷണങ്ങൾ 2016 കമ്പ്യൂട്ടർ യുഗത്തിൽ നിവർത്തി ആയെങ്കിൽ അവൻ വരും നിശ്ചയം. എന്ന് പറയാതെ ആയോഗ്യം എന്ന് പറ ഭാഷ. എല്ലാം പറയാൻ സമയമില്ല. കമ്പി വാചകത്തിൽ പറയാം. ഒന്ന് പ്രധാനപ്പെട്ടത്, യഹൂദന്റെ നേരെ വിരൽ ചൂണ്ടി കർത്താവ് പറഞ്ഞു, ഈ അത്തി തളിർക്കും, വേനലടുത്തെന്ന് അറിഞ്ഞോണം. എന്താ അത്തി തളിർക്കുവോ? അതിനതങ്ങാണ്ട് കൊഴിഞ്ഞു പോയോ? അല്ലെ കൊഴിഞ്ഞ മരം അല്ലയോ ഉപദേശി പിന്നെ തളിർക്കുന്നേ? അപ്പൊ ഈ ഇസ്രായേൽ കൊഴിഞ്ഞോ? ചരിത്രം പുറകോട്ട് പഠിച്ചാൽ AD 70 കാട്ടാനകളെ കൊണ്ടുവന്ന യെരൂശലേം ദേവാലയത്തിന്റെ അടിസ്ഥാന കല്ല് വരെ കുത്തിയിളക്കി, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം പൊളിക്കപ്പെട്ടു. അത് ചരിത്രം. അന്ന് പ്രാണരക്ഷാർത്ഥം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ചിതറപ്പെട്ടു യഹൂദൻ. ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന പേര് മാഞ്ഞുപോയി. അന്ന് പുറപ്പെട്ട യഹൂദൻ കൊല്ലത്ത് തങ്കശ്ശേരിയിലും എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലും വരെ പരദേശിയായി പാർത്തിരുന്ന ചരിത്രത്തിന്റെ ആളുകളിൽ കോറിയിട്ടിരിക്കുന്നു. അന്ന് കൊഴിഞ്ഞുപോയ യഹൂദൻ പിന്നെ തളർത്തോപദേശിയും അതേ ചരിത്രം പറയുന്നു. 1948 മെയ് മാസം 14-ാം തീയതി UNOയുടെ അംഗീകാരത്തോടെ ഇസ്രായേൽ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഭൂപടത്തിൽ തിരിച്ചു കയറി അതി തളർത്തു. തീർന്നില്ല. ഇന്ന് 2016 ലോകരാഷ്ട്രങ്ങളുടെ പേടി സ്വപ്നമായി ന്യൂനപക്ഷമായി ഇസ്രായേൽ പൂത്ത് തളർത്ത് വിടർന്ന് വിലസിരിക്കുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കാഹളം ധ്വനിക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. വീണ്ടും യേശു പറഞ്ഞു, എന്നെ വരവടിക്കുമ്പോൾ അമ്മയപ്പന്മാർ മക്കളെയും മക്കൾ അമ്മയപ്പന്മാരെയും കൊല്ലിക്കും. ചോദിക്കട്ടെ, നിങ്ങളെപ്പോലെ കുറെ അമ്മമാർ അന്നും ഉണ്ടല്ലോ യേശു എന്ന് പറയുന്ന കാലത്ത്. അവർക്ക് വേണമെങ്കിൽ കൊടി പിടിക്കായിരുന്നു. യേശു നീതി പാലിക്കുക, ഞങ്ങൾ പ്രസവിച്ച കൊച്ചുങ്ങളെ കൊല്ലുമെന്ന് തോട്ട് ഉപദേശി മലയുടെ മോളിൽ എന്ന് പറയുന്നു. അന്നത്തെ അമ്മമാർക്ക് വേണമെങ്കിൽ കൊടി പിടിക്കാം. എന്നാൽ ഇന്ന് കുറെ അമ്മമാർ ഇപ്പോൾ ചോദിക്കട്ടെ, പ്രസവിച്ച ഒരമ്മയും തന്റെ മക്കളെ കൊല്ലത്തില്ലെന്ന് പറയാൻ തന്റെ ഉള്ള ഒരമ്മ ഇതിനകത്തോട്ടേക്ക് ഒന്ന് എഴുന്നേറ്റെ? ആരും എഴുന്നേക്കത്തില്ല, എനിക്കറിയാം. കാരണം പ്രസവിച്ച ചോര കുഞ്ഞിനെ വാഷിംഗ് മെഷീനിലിട്ട് കൊന്ന അമ്മ ലോകത്തിലുണ്ട്.
അലമാരയ്ക്കകത്ത് കൂട്ടിവെച്ച് കൊല്ലുന്ന അമ്മ ലോകത്തിലുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റിനകത്ത് ചോര കുഞ്ഞിന്റെ തല തിരികെ കയറ്റി കൊന്ന അമ്മ കൊച്ചു കേരളത്തിലുണ്ട്. ഇന്ന് ആലപ്പുഴയ്ക്കടുത്ത് അമ്പലപ്പുഴയിൽ ഒരു ചോര കുഞ്ഞ് പിറന്നു വീണച്ച കുഞ്ഞിനെ വാരിയെടുത്തോണ്ട് അപ്പനും അമ്മയും ഓടി. എവിടെ? ലക്ഷണക്കാരൻ്റെ അടുത്ത്, ഭാവി അറിയാൻ. ലക്ഷണക്കാരൻ അങ്ങോട്ട് നിവർന്നിരുന്ന് പറഞ്ഞു, ബുധൻ ശുക്രനിലേക്കും ഭൂമി ചൊവ്വയിലേക്കും വ്യാഴം ശനിയിലേക്കും പോയതുകൊണ്ട് ഞായറാഴ്ച അവധിയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ അപ്പന് ദോഷം. ഈ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ അപ്പന് ദോഷം. ഇത് കേട്ട് കരികൊണ്ട് വാലെത്തിയ അപ്പനുണ്ടല്ലോ, അപ്പൻ ആനെ ഓടി വീട്ടിൽ വന്ന ചോരക്കുഞ്ഞിനെ കാലെ പിടിച്ച് സിമന്റ് തറയിലേക്ക് വീശി അടിച്ച് അമ്പലപ്പുഴയിൽ പിഞ്ച് തലച്ചോറ് പൊട്ടിച്ചിതറി ആ ചോരക്കുഞ്ഞ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ അപ്പന് ദോഷം. അപ്പൊ കുഞ്ഞ് എന്ത് ചെയ്തു? മരിച്ചു. അപ്പന്റെ സമയം തെളിഞ്ഞു. അകത്തിടുന്നുണ്ടല്ലോ. ആ കുഞ്ഞ് ജീവിച്ചിരുന്ന ദോഷയായിരുന്നു, കൊണ്ടയായി. ഇതേപോലെ പറയും ഇവരൊക്കെ ചിരിക്കൊന്നും വേണ്ട. അങ്ങനെ പെഞ്ചിക്കോസുകാർ നോക്കാൻ നടക്കുന്നുണ്ട്. മനോരമ എടുത്ത് ആദ്യം നോക്കുന്ന വാരപരമ ഗുണപ്പെടാത്തവന്മാർ കേൾക്കുന്നില്ല. പിന്നെ നക്ഷത്രങ്ങൾ നോക്കി മുഹൂർത്തവും വീട് തന്നു പാല് കാച്ചും രാവും കുളികനും ഒക്കെ നോക്കാം കാച്ചും. ഗുണപ്പെടാത്തവന്മാരെല്ലാം കൂടെ കയറിയിരിപ്പുണ്ട്. ചുമ്മാ ഇതൊന്നും ഇല്ല. ഇതൊക്കെ വിവരക്കേടുകളൊക്കെ കേട്ടാ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം. അമ്മയപ്പന്മാർ മക്കളെ കൊല്ലിക്കുന്ന കാലം. മൃഗങ്ങൾ ചെയ്യുവോ? വെച്ചാ മൃഗങ്ങൾ ചെയ്യുവോ? മൃഗങ്ങൾ ചെയ്യുകയില്ല. എന്നാൽ ഇന്നത്തെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തുകൊണ്ട് വായിച്ചാൽ മൃഗങ്ങൾ പോലും മൂക്കത്ത് വരെ വെച്ച് എന്ന് കളിയാക്കും മനുഷ്യനെ. അത്രയും നാണം കെട്ട മൃഗമായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക അല്ലേ? മിണ്ടാപ്രാണിയായ കോഴിയില്ലയോ മക്കളെ? കോഴി. ആ കോഴി പോലും ഒരു മുട്ട ഇട്ടാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും മോനെ? കോഴിയാ. മിണ്ടാപ്രാണിയായ കോഴി പോലും ഒരു മുട്ട ഇട്ടാൽ എന്ത് ചെയ്യും? കൂകി വിളിച്ച് 10 പേരെ അറിയിക്കും മുട്ടയിട്ട് അല്ലേ? ആ എന്നാ നിങ്ങൾ അറിഞ്ഞോ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റ് മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും കൊണ്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പൊ അമ്മ തൊട്ടിൽ വളരുവാ. കേൾക്കുന്നുണ്ടോ? അമ്മയപ്പന്മാർ മക്കളെ കൊല്ലിക്കുന്നു കുഞ്ഞെ. സ്വോത്രം. കണ്ടോ? ഇതെല്ലാം കണ്ണിന്റെ മുമ്പിൽ ഓരോ ദിവസവും രാവിലെ വന്ന് വീഴുന്ന വാർത്ത. ഇത് കാണുമ്പോഴെങ്കിലും ഇത് ഓർക്കുന്നുണ്ടോ? എന്റെ കർത്താവ് വേഗത്തിൽ വരാൻ പോവുകയാണ്. സ്വോത്രം. ലക്ഷണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലിയോ? പറയണോ? പഴയ തല നരച്ചവരോട് ഇരിപ്പുണ്ട്. തല നരച്ചവർ ചോദിക്കണം. പഴയ കാലത്ത് അപ്പച്ചന്മാര് ഗേറ്റ് കടന്നിങ്ങോട്ട് വരുമ്പോ തൊണ്ട കൊണ്ടൊരു ശബ്ദം ഇല്ലയോച്ചാ. ഇത് കേട്ടാ മതി. പിള്ളേർ പറയും ഇടീ അച്ഛൻ പപ്പ ഓടി വന്ന് TV സീരിയലൊക്കെ ഓഫ് ചെയ്ത് പഴയ പാഠപുസ്തകമൊക്കെ അവിടെ തുറന്നു വെച്ച് ജനാല തുറന്നിട്ട് പപ്പ കേൾക്കുക അവന്റെ വായിക്കുക. കാരണം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതാണെന്ന് വരുത്താൻ ഇങ്ങോട്ട് തുറന്നു വെച്ച് വായി പൂവിലുള്ള പൂമ്പടി പോലെ പുതേനുണ്ട് കഴിഞ്ഞത് പഴയ 2ാം ക്ലാസ്സിലെ പദ്യമാണ്. ഇതൊക്കെ എടുത്തു വെച്ച് അങ്ങോട്ട് വായിക്കും അല്ലേ? ആ കാലമൊക്കെ പോയി. ഇന്നിപ്പോ പിള്ളേര് ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഗേറ്റ് കടന്നിട്ട് വരും. കൊല. ഇത് കേൾക്കുമ്പോ അപ്പനും അമ്മയും ചുരുണ്ടുകൂടി ബെഡ്റൂമിൽ കയറിക്കോണം. അതാണ് കാലം. അതല്ലേ കാലം. അതിശയിക്കൊന്നും വേണ്ടത്. ചില ഭാഷന്മാരുടെ മക്കളും ഒക്കെ ഈ കോലമാണ്. ഞാൻ വെറുതെ ആദർശത്തിന് പറഞ്ഞതൊന്നുമല്ല. ഒരിക്കൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പകൽ സെക്ഷൻ കഴിഞ്ഞു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു എനിക്ക് വിശ്രമിക്കണം. മുകളിലെല്ലാം സൗകര്യം ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് പോകും. ഞാൻ പറഞ്ഞു മുകളിലോട്ട് പോകാറായില്ല, ഇച്ചിരി കഴിഞ്ഞു പോകാൻ. അതല്ല പാത്രേ, മോന്റെ മുറിയുണ്ട്, AC ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, സോഫ ഉണ്ട്, കട്ടിലുണ്ട്, എല്ലാം കൊണ്ട് ചെന്നു അവരവിടെ ഉണ്ട്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന്. എന്നാ ശരി ആട്ടെ. ഞാൻ പടി കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ മോൻ അവിടെ നിന്നുകൊണ്ട് അവിടെ കയറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മറച്ച് നിൽക്കുക. ഞാൻ അങ്ങോട്ട് കയറി കണ്ടിട്ട് നിർത്തി. ഞാൻ പറഞ്ഞു പാടാം. പാട്ട് പുസ്തകത്തിൽ എത്രാമത്തെ പാട്ടാണ് അത്? കാണിച്ചു അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് വൈകിട്ടത്തെ സെക്ഷനിൽ പാടാനാണ്. എത്രാമത്തെയാണ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു കൊലേശയുടെ മോനാണ് നീ മര്യാദയ്ക്ക് നടക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വെളിയിലോട്ട് പോയപ്പോ തിരിഞ്ഞെന്നിട്ട് പറയാം എടുത്ത് തറയല്ലേ അമ്മേ ദൈവങ്ങളെ ശ്രദ്ധിക്കണേ. അമ്മയപ്പന്മാർ മക്കളെയും മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലുന്ന വാർത്ത പത്രമാധ്യമങ്ങളിൽ കാണുന്നില്ല നിങ്ങൾ? ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു വീട് വിസിറ്റ് ചെയ്യാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഈ പ്രായത്തിലുള്ള ഒരു ചെറുക്കൻ അപ്പനോട് പറയുന്ന ഡയലോഗ് കൊണ്ടുണ്ടോ കയറിച്ച് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ പറയാം ചവിട്ടി കാറ്റി കളയും കേട്ടാ. മര്യാദ മൂലം കിടന്നോ ചവിട്ടി കാറ്റി കളയും കേട്ടാ. ഈ കേട്ടപ്പോ എനിക്കൊന്ന് വേഗം ഇവിടെ നമുക്ക് പോവാല്ലോ, എന്നെ ചവിട്ടി കാറ്റി കളയും. വല്ലാത്തൊരു കാലം കൺമുമ്പിൽ വെളിപ്പെട്ട് കിടക്കുന്നു. പച്ചയായി കാഹളനാദം മുഴങ്ങാൻ സമയമായ ഒരു കുഞ്ഞിന് മനസ്സിലാകുന്നപ്പോ
കർത്താവ് പറഞ്ഞു ഒരടയാളം. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുക. വായിക്കും. മത്തായി 26-23 വായിക്കും. മത്തായി 26-23. അന്ന് ആരാണ്